ജിയുടെ സ്കാനിംഗ് മെഷീൻ നിർമ്മിക്കുന്നത് കേരളത്തിലാണ്. നമസ്കാരം. 2-3 ദിവസങ്ങൾക്ക് മുൻപ് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പ്രധാനമായിട്ടും സഖാക്കൾ ഇത്തവണ തള്ളിലാണ് കയറി പിടിച്ചിരിക്കുന്നത്. ബാക്കിയൊന്നും ഇവിടെ നടക്കില്ല എന്ന് മനസ്സിലായി. എന്തുകൊണ്ടോ തള്ളിലൂടെ എന്തോ നേടിയെടുക്കാം എന്ന തെറ്റിദ്ധാരണയുടെ പുറത്ത് കാര്യമായിട്ട് തള്ളുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം ബഹുകുത്ത് നിയമമന്ത്രി പി രാജീവണ്ണന്റെ ഭാഗത്തു നിന്നുണ്ടായ തള്ളിനെ വെറും തള്ള് എന്ന് പറഞ്ഞ് നമുക്ക് നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. അത് ജനങ്ങളെ മുഴുവൻ, അത് കേട്ടുകൊണ്ടിരുന്ന നാട്ടുകാരെ മുഴുവൻ ഒരുമാതിരി ഊഞ്ഞാലടിക്കുന്ന പരിപാടിയായിപ്പോയി. എന്ന് വെച്ചാൽ തള്ളിന്റെ മാരക വേർഷൻ, വേറെ ലെവൽ. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ചെയ്തത്. ലോകത്ത് 2 MRI സ്കാനിംഗ് കമ്പനികളേ ഉള്ളൂ പ്രധാനമായിട്ട്. ഒന്ന് GE, മറ്റൊന്ന് ഫിലിപ്സ്. അല്ല, ഞാൻ ആലോചിക്കുന്നതേ, അവിടെ ഇരിക്കുന്ന എല്ലാ മനുഷ്യരുടെ കയ്യിലും സ്മാർട്ട് ഫോണുകളുണ്ടാവും, ഒരുവിധപ്പെട്ട എല്ലാവരുടെ കയ്യിലും. പ്രായഭേദമന്യേ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യാനെങ്കിലും അറിയാവുന്നവരുമാണ്. ഈ കാലത്ത് ഇങ്ങനെ നിന്ന് തള്ളണമെങ്കിൽ, ഇങ്ങനെ നിന്ന് മനുഷ്യനെ മണ്ടരാക്കണമെങ്കിൽ പണ്ട് കഴിഞ്ഞ കാലങ്ങളിലേക്ക് ഇവരുടെ തള്ളിന്റെ കാഠിന്യം എത്രത്തോളം ആയിരുന്നിരിക്കണം. ലോകത്ത് 2 MRI സ്കാനിംഗ് കമ്പനികളേ ഉള്ളൂ പ്രധാനമായിട്ട്. ഒന്ന് GE, മറ്റൊന്ന് ഫിലിപ്സ്. അണ്ണന് കാര്യങ്ങളെല്ലാം അറിയാം, വളരെ ആധികാരികമായിട്ടാണ് പറയുന്നത്. ലോകത്ത് ആകെ 2 MRI സ്കാൻ മാനുഫാക്ചേഴ്സേ ഉള്ളൂ. ഒന്ന് GEയും ഒന്ന് ഫിലിപ്സ്. ഗൂഗിളിനോട് ചോദിക്കാം നമുക്ക്. അപ്പോൾ അണ്ണാ വേറെ 2-3 പേരും കൂടെ ഉണ്ട് കേട്ടോ, അവരെ ഒന്ന് പരിഗണിക്കണം. GEയും ഫിലിപ്സും എടുത്തു പറഞ്ഞ എന്തിനാണെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം, അതിലേക്ക് വരാം. സീമെൻസ് ഹെൽത്ത് കെയർ, GE ഹെൽത്ത് കെയർ, ഫിലിപ്സ്, പിന്നെ കാനോൻ മെഡിക്കൽ സിസ്റ്റംസ്, ഇതൊക്കെ ലോകത്തെ പ്രധാനപ്പെട്ട MRI മെഷീൻ നിർമ്മാതാക്കളാണെന്നാണ് ഗൂഗിൾ പറയുന്നത്. ഇനി അണ്ണൻ ഈ 2 എണ്ണത്തിൽ ഒതുക്കിയതിന്റെ കാര്യം ഇതാണ്. ജിയുടെ സ്കാനിംഗ് മെഷീൻ നിർമ്മിക്കുന്നത് കേരളത്തിലാണ്. എങ്ങനെ പറ്റുന്ന മനുഷ്യ നിങ്ങൾക്ക്? കാര്യമൊക്കെ ശരി, നിങ്ങൾ ബഹുകുത്ത് നിയമമന്ത്രിയാണ്, ചോദിക്കാതിരിക്കാൻ നിർവാഹമില്ല കേട്ടോ. അവിടെ ഇരിക്കുന്ന മനുഷ്യരെയൊക്കെ നിങ്ങൾ വെറും മറ്റതാക്കുകയല്ലായിരുന്നോ? GEയുടെ MRI സ്കാനിങ് മെഷീനുകൾ നിർമ്മിക്കുന്നത് കേരളത്തിലാണെന്ന്. ഈ വിഷയം ഞാനിന്ന് എടുത്തത് തന്നെ ഒരുപാട് പേര് ഇതിനെക്കുറിച്ചൊക്കെ ചെയ്തിരിക്കുന്നത് കണ്ടു. എനിക്ക് 2-3 പേര് മെയിൽ ചെയ്തു. ഒരാളതിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടു, ശീതൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം, ഇയാൾ പറയുന്നത് ശരിയാണോ എന്ന്. കാരണം ഇങ്ങനെ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി ആധികാരികമായിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാം ശരിയാണെന്ന് മനുഷ്യർ വിചാരിക്കും. അത്രയ്ക്ക് ആത്മവിശ്വാസമുണ്ട് ഇവരുടെ ഓരോ തള്ളിനും. ഇതിലാണ് കുറച്ച് മനുഷ്യരെങ്കിലും വീണു പോകുന്നത്. നമുക്ക് ശരിയാക്കി എടുക്കാം. GEയുടെ MRI സ്കാനിങ് മെഷീനുകൾ ഉണ്ടാക്കുന്നതെല്ലാം കേരളത്തിലാണ്. നോക്കാം. അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ രാജീവണ്ണ. ഗൂഗിളിൻ്റെ സെർച്ച് റിസൾട്ട് പ്രകാരം കേരളത്തിൽ GEയുടെ സ്കാനിങ് മെഷീനുകളുടെ സപ്ലയേഴ്സും ഡീലേഴ്സും മാത്രമേ ഉള്ളെന്നാണല്ലോ പറയുന്നത്. പിന്നെ സർവീസും ഉണ്ട് കേട്ടോ. ബാംഗ്ലൂരിലും മറ്റുള്ള ഇന്ത്യൻ ഹബ്ബുകളിലൊക്കെയാണ് GEയുടെ സ്കാനിങ് മെഷീനുകളുടെ മാനുഫാക്ചറിങ് നടക്കുന്നതെന്നാണല്ലോ പറയുന്നത്. എറണാകുളത്തും കോഴിക്കോടും പാലക്കാടും ഒക്കെ ഡീലേഴ്സൊക്കെ ഉണ്ട് കേട്ടോ, സപ്ലയേഴ്സൊക്കെ ഉണ്ട്. അത് സമ്മതിച്ചു, അത് മാത്രം പറഞ്ഞാൽ പോരെ. ശരി, GEയുടെ സ്കാനിങ് മെഷീനുകളുടെ ഒരുപാട് ഡീലേഴ്സ് നമ്മുടെ കേരളത്തിലുണ്ട്, അത് പറയുന്നതിന് കുഴപ്പമില്ല. ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ആർക്കെങ്കിലുമൊക്കെ ഇതൊന്ന് സെർച്ച് ചെയ്യാൻ തോന്നിയിരുന്നെങ്കിൽ, എന്നാലും അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് ചോദിക്കാനുള്ള ത്രാണിയൊന്നും ആർക്കും കാണത്തില്ല, അത് വേറെ കാര്യം. എന്നിട്ട് ബാക്കി കേട്ടോണം. അമേരിക്കയിലേക്ക് പോകുന്നു, തലച്ചോറ് കയറ്റുന്നു, ലോഗോ ഒട്ടിക്കുന്നു, തിരിച്ച് ലോകത്തിന്റെ മാർക്കറ്റിലേക്ക് പോകുന്നു. നിർമ്മിക്കുന്നു, അമേരിക്കയിലേക്ക് പോകുന്നു, തലച്ചോറ് കയറ്റുന്നു, ലോഗോ ഒട്ടിക്കുന്നു. തേൻ കുടിക്കുന്നു, പറക്കുന്നു, പരാഗണം. തേൻ കുടിക്കുന്നു, പറക്കുന്നു, നിർമ്മിക്കുന്നു, അമേരിക്കയിലേക്ക് പോകുന്നു, തലച്ചോറ് കയറ്റുന്നു, ലോഗോ ഒട്ടിക്കുന്നു, പിന്നെ ലോകത്തിന്റെ വിവിധ മാർക്കറ്റുകളിലേക്ക്. എന്നാൽ പിന്നെ ഇവിടെ നിർമ്മിക്കുന്ന നമുക്ക് തന്നെ അകത്തോട്ട് കയറ്റാനുള്ളത് കയറ്റി ലോഗോ ഒട്ടിച്ച് ലോകത്തിന്റെ വിവിധ മാർക്കറ്റുകളിലേക്ക് എത്തിച്ചാൽ പോരെ. അതും കൂടെ നമ്മൾ ചെയ്തിരുന്നെങ്കിൽ അമേരിക്കയ്ക്ക് ആ ജോലി ഒന്ന് കുറഞ്ഞു കിട്ടിയേനല്ലോ. നിർമ്മിക്കുന്നു, അമേരിക്കയിലേക്ക് പോകുന്നു, തലച്ചോറ് കയറ്റുന്നു. എങ്ങനെ സാധിക്കുന്നെണ്ണ ഒരു ഉളുപ്പില്ലാതെ ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് പറയാൻ? അപ്പൊ ഇവരുടെയൊക്കെ ഒരു ധൈര്യം. കാരണം ഇവര് നിന്ന് സംസാരിക്കുന്ന ആ ഒരു സദസ്സിലെ ആരെങ്കിലും എഴുന്നേറ്റ് നിന്ന് ആ എന്നൊരക്ഷരം ഉണ്ടാക്കിയാൽ തന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസിനെ അവിടെ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. കഥയിൽ ചോദ്യമില്ല എന്ന് പറയുന്നത് പോലെ ഇവരുടെ പ്രസംഗത്തിനിടയിൽ ഇടപെടലുകൾ അനുവദനീയമല്ല. SFO ടെക്നോളജീസ് ആകെ ഒരു SFO ഉണ്ട് ട്രിവാൻഡ്രത്ത്. അതിൽ പിടിച്ചാണ് അണ്ണൻ്റെ കളി മുഴുവൻ. അന്ന് ഒരു 2 മാസത്തിന് മുമ്പോ മറ്റോ ഒരു ഇന്റർവ്യൂവിലിരുന്ന് പറയുന്നത് കേട്ടു, ഇവിടെ AKG സെന്ററിൻ്റെ അകത്തിരുന്ന് റിമോട്ടിലാണ് അമേരിക്കയിൽ ഓടുന്ന കാറുകൾ കൺട്രോൾ ചെയ്യുന്നതെന്ന്. അത് കേട്ടോണ്ടിരുന്ന് തലയാട്ടാനും ആളുണ്ട്. SFO ടെക്നോളജി ഒക്കെ പറഞ്ഞ സ്റ്റൈല് കണ്ടില്ലേ?
നാട്ടുകാർ പുച്ഛാണെന്നാ കാണിക്കുന്നത്. നിങ്ങൾ എന്തിനിങ്ങനെ ആപ്പിൾ നിങ്ങൾ ഏത് ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ? മമ്മൂക്കയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഉണ്ടാവും. ആപ്പിളിന്റെ ഫോൺ ഏതാണ് ഇരിക്കുന്നത് മമ്മൂക്ക ലേറ്റസ്റ്റ്? ആപ്പിളിന്റെ ഫോൺ ഏതാ? ആപ്പിൾ ഫോൺ ഇറങ്ങിയാൽ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ SFO ടെക്നോളജിയുടെ സംവിധാനം വേണം. ആപ്പിളിന്റെ എന്ത് സാധനം ഇറങ്ങിയാലും അത് കടിച്ചു നോക്കി മധുരം ഉണ്ടെന്ന് അണ്ണൻ പറഞ്ഞാലേ അത് വേൾഡ് മാർക്കറ്റുകളിലേക്ക് പോവുകയുള്ളൂ. അമേരിക്ക അത് അംഗീകരിക്കുകയുള്ളൂ. ഈ SFO ടെക്നോളജീസിനെ കുറച്ച് കാണിക്കുകയല്ല കേട്ടോ. അത് വളരെ കാര്യക്ഷമതയുള്ള ഒരു ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് കമ്പനിയൊക്കെയാണ്, സമ്മതിച്ചു. പക്ഷെ അതിവിടെ വെച്ചുകൊണ്ട് അത് ഞങ്ങളുടെ കയ്യിലുണ്ടെന്നും പറഞ്ഞ് ലോകത്തിൻ്റെ മൊത്തം ഇലക്ട്രോണിക് സംവിധാനത്തെ നിയന്ത്രിക്കുന്നത് ഇവിടെ ഇരുന്നുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ട്രംപ് നിങ്ങളുടെ പ്രസംഗമൊന്നും കേൾക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലായിരിക്കും ഇത് പറയുന്നത്. അങ്ങേര് കേട്ടില്ലെങ്കിലും അറിവും വിവരമൊക്കെയുള്ള ബാക്കി മനുഷ്യരുണ്ട്. ആപ്പിൾ ഫോൺ ഇറങ്ങിയാൽ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ SFO ടെക്നോളജിയുടെ സംവിധാനം വേണം. അതിൽ നിർത്തണ്ടണ്ണ. നമുക്ക് ഇനി വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് തള്ളാൻ പറ്റും, നാട്ടുകാരെ ഊഞ്ഞാലാട്ടാൻ പറ്റും. ട്രംപ് ഷേവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്ലേഡ് നമ്മളാണ് കൊടുക്കുന്നത്, കേരളത്തിൽ നിന്നാണ് കൊണ്ടുവന്നത്. അപ്പം നമ്മൾ ബ്ലേഡ് കൊടുത്തില്ലെങ്കിൽ ട്രംപിനെ കണ്ട അമേരിക്കയിലുള്ള ആളുകൾക്ക് പോലും പിന്നെ തിരിച്ചറിയാൻ പറ്റില്ല, പുള്ളിക്ക് ഷേവ് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് മാത്രമല്ല, നമ്മുടെ പുടിൻ്റെ മറ്റേ അപ്പിസഞ്ചി ഉണ്ടല്ലോ, അപ്പി ബാഗ്, പോകുന്ന രാജ്യങ്ങളിലെല്ലാം പുള്ളിയുടെ മലമൂത്ര വിസർജനമൊക്കെ ശേഖരിക്കുന്ന ഒരു സാധനം, അതിൻ്റെ സിബ് ഇവിടെ നിന്നാണ് അല്ലേ, നമ്മളല്ലേ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നത്. അതെങ്ങാനും നമ്മൾ കൊടുക്കാതിരുന്ന ചെല്ലുന്ന രാജ്യങ്ങളിലെല്ലാം പുടിൻ നാറിയത് തന്നെ. അങ്ങനെ പറയാതെ വെച്ചിരിക്കുന്ന ബാക്കി കാര്യങ്ങളും കൂടെ ഒക്കെ പറ. അന്തം കമ്മികൾ കുറച്ചും കൂടെ രോമാഞ്ചം കൊണ്ട് ചാടട്ടെ. നമ്മുടെ കേരളത്തിലാണ് സംവിധാനം നടക്കുന്നത്. വിശ്വസിച്ച്. പക്ഷേ 21,000 കോടി രൂപയുടെ പാക്കേജ് കേന്ദ്രത്തിനോട് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ വികസനമൊക്കെ തീർന്നിരിക്കുകയാണ്. അമേരിക്ക പോലും നിലനിൽപ്പിനായിട്ട് ആശ്രയിക്കുന്നത് കേരളത്തിനെയാണ്. അത്രത്തോളം വളരെ വികസിച്ച് ഇങ്ങനെ വീർത്ത് നിൽക്കുകയാണ്. പക്ഷെ നമ്മുടെ കടം എത്രയാണെന്ന് ഒന്ന് പറയാൻ പറ്റുമെന്നാ? ആ സംഖ്യ എഴുതി വായിക്കാനുള്ള അറിവ് ഉള്ളവരാരും മന്ത്രിമാരായിട്ട് ഇല്ലെന്ന് തോന്നുന്നു. അത്രയും വലിയൊരു സംഖ്യയായി നമുക്ക് കടം. വികസിപ്പിച്ചതിൻ്റെ ബാക്കി പത്രമാണ് ഈ കടം. അത് പറഞ്ഞപ്പോഴേ അതിദരിദ്രമില്ലാത്ത നമുക്ക് ഈ 21,000 കോടിയുടെ പാക്കേജൊക്കെ എന്തിനാ? അതൊക്കെ ആവശ്യമുള്ള മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാൻ വയ്യായിരുന്നോ? അത് മാത്രമല്ല, ഈ സംസാരിക്കുന്നത് മുഴുവൻ ആധുനിക സാങ്കേതിക വിദ്യകളെക്കുറിച്ചാണ്, അതിൽ കേരളം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചാണ്. തള്ളാണെങ്കിലും തള്ളിന് വേണ്ടി ആശ്രയിക്കുന്നത് പണ്ട് നമ്മൾ വേണ്ട ഗോ ബാക്ക് എന്ന് പറഞ്ഞ സാധനങ്ങളാണ്. അതൊന്നും പിന്നെ പ്രശ്നമില്ല, പണ്ട് പറഞ്ഞതുപോലെ ഇപ്പം അമൂത്രമായ സാഹചര്യം ആയതുകൊണ്ട് ഏത് വേണമെങ്കിലും കുടിക്കാം. ഇതാണ് കേരളം. കേരളത്തിന്റെ വികസനത്തെ പറ്റി ഇവർ തള്ളാത്തതായിട്ടുള്ള എത്രയോ കാര്യങ്ങളുണ്ട്. അണ്ണാ, പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ നിങ്ങൾ പറയേണ്ടതായിരുന്നു, മറന്നുപോയെന്തോ. കേരളത്തിൽ ഓരോ വീടുകളുടെയും മുകളിൽ കൂടി 100 കണക്കിന് വിമാനങ്ങളാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊരു വികസനമാണ്! ഇത്രയും വലിയ ആകാശ പരിധിയുള്ള മറ്റ് ഒരു സംസ്ഥാനം ഒരുപക്ഷെ ഇന്ത്യയിൽ വേറെ ഉണ്ടായില്ല. ഇത്രത്തോളം ഫ്ലൈറ്റുകൾ കടന്നു പോകുന്ന ഒരു ആകാശമുള്ളത് കേരളത്തിന് മാത്രമായിരിക്കും. വികസനം ഇങ്ങനെ വെള്ളം പൊങ്ങും പോലെ മനുഷ്യനെ മുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ മുങ്ങിത്താഴാൻ വയ്യാത്തത് കൊണ്ടുകൂടിയാണ് കുട്ടികൾ പഠിക്കാൻ പോലും ഇവിടം തിരഞ്ഞെടുക്കാതെ ഇവിടുന്ന് ഓടി രക്ഷപ്പെടുന്നത് വിദേശങ്ങളിലേക്കൊക്കെ. അതുപോലെ തന്നെ പ്രവാസികൾ ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ. കേരളത്തിൽ നിന്ന് തൊഴിൽ തേടി കേരള സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകേണ്ട ഒരാവശ്യം വരുന്നില്ല മനുഷ്യർക്ക്. അതുകൊണ്ട് മലയാളികൾ ഇപ്പോൾ കേരളത്തിൽ മാത്രമേ കാണുന്നുള്ളൂ, പുറത്തൊന്നും ആരും ഇല്ല. കേരളത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ, വികസന നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഇന്നും നാളെ ഒന്നും തീരില്ല. ഏറ്റവും കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയ സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കൂടുതൽ ചാരായം ഒഴുക്കുന്നത് കേരളത്തിലാണ്. പെട്രോളിന് ഏറ്റവും കൂടുതൽ കാശ് വാങ്ങിക്കുന്നു. അതുകൂടാതെ ആളുകളെ ഏതൊക്കെ വിധത്തിൽ ഞെക്കിപ്പിഴിഞ്ഞ് ഖജനാവിലേക്ക് പൈസ ചേർക്കാം എന്ന കാര്യത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത്, കേരള മഹാരാജ്യം ഇല്ലായിരുന്നെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളുടെയൊക്കെ അവസ്ഥ എന്താകുമായിരുന്നു? അവരുടെയൊക്കെ ജീവിതം എങ്ങനെയാകുമായിരുന്നു? സാങ്കേതിക വിദ്യ വികസിക്കുമായിരുന്നോ? കേരളത്തിനെ ആശ്രയിച്ചാണ് ലോകത്തിൻ്റെ സാങ്കേതിക വിദ്യയുടെ നിലനിൽപ്പ്. ഇത്രയൊക്കെ പറഞ്ഞാലും മൂലക്കുരു വന്നാൽ ചികിത്സിക്കാൻ അമേരിക്കയിൽ തന്നെ പോകണം. അത് മറ്റൊരു കാര്യം. അതിനുള്ള അടിയന്തര നടപടിയും കൂടി ഇവിടെ ഉണ്ടാക്കണം കേട്ടോ അണ്ണാ. ഏതായാലും നമ്പർ 1 തലയെ ചുമന്ന് ക്ഷീണിക്കാൻ വേണ്ടി നമുക്ക് വീണ ചേച്ചിയുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് മൂലക്കുരു പെട്ടെന്ന് പൊട്ടാറായുള്ള വേദന സഹിക്കാതെ വരുമ്പോൾ അമേരിക്ക വരെ പോകുന്നതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. കേരളത്തിൽ തന്നെ അതിൻ്റെ ഒരു സംവിധാനം കുറേ ഏർപ്പാടാക്കണേ. പിന്നെ ചിലർ സംശയം ചോദിക്കുന്നുണ്ട്, ഈ ബഹുകുത്ത് നിയമമന്ത്രി പറയുന്ന കേരളം ഈ നമ്മൾ ജീവിക്കുന്ന സ്ഥലം തന്നെയാണോ, മലയാളികളൊക്കെ ജീവിക്കുന്ന സ്ഥലം തന്നെയാണോ, അതോ കേരളം എന്ന പേരിൽ വേറൊരു സ്ഥലമുണ്ടോയെന്ന്. ഈ നാടിനെ പറ്റി തന്നെ പറയുന്നത് കേട്ടോ. അപ്പോൾ രാജീവണ്ണ തുടരണം കേട്ടോ, ഈ തള്ളേ തുടരണം. കാരണം ഈ വന്ന നേട്ടങ്ങളെല്ലാം പ്രത്യേകിച്ച് പാർട്ടിയുടെ സംഭാവനയിലൂടെ കേരളത്തിന്, രാജ്യത്തിന്, നമ്മുടെ ഇന്ത്യക്ക്, ലോകത്തിനൊക്കെ കിട്ടിയ നേട്ടങ്ങളല്ലേ, അതിനെപ്പറ്റി വീണ്ടും ആഞ്ഞു തന്നെ തള്ളണം.
കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ വീണ്ടും വീണ്ടും പരീക്ഷിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ സഖാക്കളുടെ പ്രത്യേക സംഭാവന ഈ നേട്ടങ്ങളുടെ ഭാഗമായിട്ടുള്ളത് ചെറുതായിട്ട് ആരും കാണരുത്. സ്വർണം ടെസ്റ്റ് ചെയ്തത്, അതും സന്നിധാനത്തെ സ്വർണമാണ് ടെസ്റ്റ് ചെയ്തത്, അത് കൃത്യമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്, അതൊരു നേട്ടമാണ്. പിന്നെ തീവ്രത അളക്കുന്ന മെഷീൻ, അതിൻ്റെ കണ്ടുപിടുത്തം, അതൊക്കെ കൂടെ സൂചിപ്പിക്കേണ്ട ഇതൊക്കെ പറയുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നത് മുതലാളിത്ത ചിന്താഗതിയുടെ ഭാഗമാണ് എന്ന് മൈക്കിൽ കൂടി പ്രസംഗിച്ച ബഹുകുത്ത് നിയമമന്ത്രിക്ക് ഇതിനപ്പുറവും മൈക്കിൽ കൂടി പ്രസംഗിക്കാൻ സാധിക്കും. ഇനിയും ഇതിനപ്പുറവുമുള്ള സാധനങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മുതലാളിത്തം നീണാൾ വാഴട്ടെ. അങ്ങനല്ലേ?